യുദ്ധമെന്ന വിപത്തിനുള്ളിലാണ് പശ്ചിമേഷ്യ. ഈ മേഖലയിലെ രണ്ട് ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പശ്ചിമേഷ്യ മാത്രമല്ല പല രാജ്യങ്ങളും ഭയത്തിലാണ്. ഇസ്രയേൽ ഗാസയിൽ നടത്തിയ വംശഹത്യ, സമാന ആക്രമണത്തിന് പിന്നാലെ ലെബനിലേക്കുള്ള കടന്നുകയറ്റവും പരോക്ഷമായി ഇറാനെ ലക്ഷ്യം വെച്ചുള്ള സൈനിക നീക്കങ്ങളും ലോകത്തെ ആകമാനം കൊണ്ടെത്തിച്ചിരിക്കുന്നത് വലിയൊരു പ്രതിസന്ധിയിലാണ്. ഇറാൻ തൊടുത്തുവിടുന്ന മിസൈലുകൾ ഇസ്രയേലിനെ വിഴുങ്ങുമോ എന്നാണ് ജനത ഭയപ്പെടുന്നത്. ഫത്ത, ഖദർ, ഇമാദ് തുടങ്ങിയ മിസൈലുകളാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്ന പേരുള്ള മിസൈൽ ആക്രമണത്തിനായി ഇറാൻ തെരഞ്ഞെടുത്തത്. ഇമാദ്, ഖദർ എന്നിവ മധ്യനിര റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഇസ്രയേലിന്റെ പ്രശസ്തമായ അയൺ ഡോം സംവിധാനത്തെ ലക്ഷ്യമിട്ടാണ് ഈ മിസൈലുകൾ ഇറാൻ തൊടുത്തുവിടുന്നത്. എന്നാൽ ഇറാന്റെ ആദ്യ ഹൈപ്പർസോണിക് മിസൈലായ ഫത്ത ഇസ്രയേലിന്റെ ആരോ ഡിഫൻസ് സംവിധാനത്തെയാണ് ലക്ഷ്യമിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഫത്ത മിസൈലിന് ഏത് ശത്രു മിസൈൽ സംവിധാനങ്ങളെയും തുളച്ചു കയറി ആക്രമിക്കാനുള്ള കരുത്തുണ്ടെന്ന് ഇറാൻ നേരത്തെ തന്നെ അവകാശവാദം മുഴക്കിയിരുന്നു. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ എയ്റോസ്പേസ് ഫോഴ്സ് സ്പെഷ്യലിസ്റ്റുകളാണ് ഫത്ത വികസിപ്പിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യ അശാന്തമായിരിക്കെ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കി ഇറാൻ ഇസ്രയേലിലേക്ക് കഴിഞ്ഞ ദിവസം 180-ലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് തൊടുത്തുവിട്ടത്. ഗാസ, ലെബനൻ ആക്രമണത്തിലും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ്, ഹമാസ്, ഹിസ്ബുള്ള നേതാക്കളുടെ വധത്തിലും പ്രതികാരമായാണ് ഇറാൻ ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയത്. ഇസ്രയേലുമായി നേരിട്ട് അതിർത്തി പങ്കിടാത്ത ഇറാൻ, ഇറാഖ്, സിറിയ, ജോർദാൻ എന്നീ രാജ്യങ്ങൾക്ക് മീതെയാണ് ഇസ്രയേൽ ലക്ഷ്യമാക്കി മിസൈലുകൾ തൊടുത്തത്. ഇവയിൽ ഭൂരിഭാഗവും അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളായ അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, ആരോ 2, ആരോ 3 തുടങ്ങിയവ ഉപയോഗിച്ച് ഇസ്രയേൽ ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കാൻ ഇസ്രയേലിന് സാധിച്ചു. ഇറാന്റെ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ട് അനുസരിച്ച് 1400 കിലോമീറ്റർ വരെ ഈ മിസൈലിന് റേഞ്ച് ഉണ്ട്. ശബ്ദവേഗത്തിന്റെ 15 മടങ്ങ് വേഗം കൈവരിക്കാനും ഈ മിസൈലുകൾക്ക് കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. പൊതുവെ ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാനോ ചെറുക്കാനോ പാടാണ്. ഇതിനു പുറമെ ഫത്താഹിൽ അധികമായുള്ള രഹസ്യചലന സംവിധാനങ്ങൾ മിസൈലിനെ കൂടുതൽ അപകടകാരിയാക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശേഷിയും മിസൈലിനുണ്ടെന്ന് റവല്യൂഷണറി ഗാർഡ്സ് വെളിപ്പെടുത്തിയിരുന്നു. 2 സ്റ്റേജുകളുള്ള മിസൈൽ ഖര ഇന്ധനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഈ മിസൈലുകൾ ഇസ്രയേലിനെ ഇല്ലാതാക്കുമോ എന്നാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇറാൻ ഇസ്രായേൽ യുദ്ധം കനത്തതോടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നതർക്ക് നവീകരിച്ച ഭൂഗർഭ അറകൾ ഉൾപ്പെടെ ഒരുക്കിയാണ് ഇസ്രായേൽ സൈന്യം കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ദീർഘകാലം താമസിക്കാൻ ശേഷിയുള്ള ഈ സംവിധാനത്തിന് എല്ലാത്തരം ആയുധങ്ങളെയും സംരക്ഷിക്കാൻ ശേഷിയുണ്ടെന്നാണ് ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നത്. ഇറാൻ, ലെബനൻ, സിറിയ, ഇറാഖ്, യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സംയുക്ത നീക്കം ഇസ്രയേലിനെതിരെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതിനും അപ്പുറമുള്ള അപ്രതീക്ഷിത നീക്കങ്ങൾക്കും സാധ്യത ഏറെയാണെന്നും ചില സൂചനകൾ പുറത്തു വരുന്നു. ഇതോടെ ഇസ്രയേലിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമോ എന്ന ആശങ്കയിലാണ് അമേരിക്കയുള്ളത്. യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക എത്തിച്ചിരിക്കുന്നതും ഈ ഭയം കൊണ്ടാണ്. ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ നേടാനും അമേരിക്ക ശ്രമിച്ചു വരികയാണെങ്കിലും അത് ഇതുവരെ ഫലം കണ്ടിട്ടില്ല. ഇറാനുമായി അഭിപ്രായ വ്യത്യാസമുള്ള അറബ് രാജ്യങ്ങൾ പോലും പുതിയ സാഹചര്യത്തിൽ അമേരിക്കയൊപ്പം നിൽക്കാൻ തയ്യാറാകുന്നില്ല എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.